ഞാൻ 2021 മുതൽ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിന് പോവുകയായിരുന്നു. 2023 എൻ്റെ വിഷമം കണ്ട് ഒരു ചേച്ചി ഒരു പത്രം തന്നു. അങ്ങനെ വന്ന് ഉടമ്പടി എടുത്തു. അങ്ങനെ അതിനുശേഷം ഉടമ്പടിയിൽ ഞാൻ വെച്ചു. അങ്ങനെ ജോസഫച്ചൻ്റെ ആരാധന കൂടിക്കൊണ്ടിരിക്കുമ്പോൾ കരഞ്ഞുകൊണ്ടാണ് ഞാനത് കൂടുന്നത്. അപ്പം ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു. അപ്പോൾ ജോസഫച്ചൻ പറയുന്നു, ഒരാളുടെ രണ്ട് ഭാഗങ്ങൾ തമ്മിൽ മുട്ടുന്ന ഭാഗം, ഒന്ന് കഷമാകാം അല്ലെങ്കിൽ താടിയാകാം, ആ ഭാഗത്ത് ചൊറിച്ചിലും കൊണ്ട് അവർ ഉറക്കമില്ല, പിന്നെ പുണ്ണുകൾ ആ ഭാഗം കറുത്തിരുണ്ട്, കോശങ്ങൾ ചത്ത ഭാഗമാണ്, കറുത്തിരുണ്ട ഭാഗമാണ് എന്നെല്ലാം അച്ഛൻ പറഞ്ഞു. അതെല്ലാം ഞാൻ ഓർത്തപ്പോൾ എൻ്റെ കഷം ഈ മുട്ടുന്ന ഭാഗമാണ്, കഷത്ത് പുണ്ണുണ്ട്, ചൊറിച്ചിലുണ്ട്, ഉറക്കമില്ല, റേഡിയേഷൻ ചെയ്ത് അവിടെ എല്ലാം കരിഞ്ഞിരിക്കുകയാണ്, കറുത്ത ഭാഗമാണ്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഉറക്കമില്ല, എൻ്റെത് മാറ്റിത്തരണേ എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് വൈകിട്ടായപ്പോൾ എനിക്ക് ആ വന്ന പുണ്ണ് ഒരു നെല്ലിക്ക വലിയ കുരുവിൻ്റെ അത്രയുള്ള ഒരു പുണ്ണായിരുന്നു, വലുത്. അത് വയ്യപ്പോഴത്തേക്കിന് കരിഞ്ഞ് ഒരുപാടങ്ങ് മാറി, കരിഞ്ഞൊന്നുമില്ല, ആ പൊട്ടിയിളകിയിരുന്ന എല്ലാം മാറി കരിഞ്ഞു. എന്നിട്ട് ആ കുരുക്കളെല്ലാം ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ കഴിച്ചത്, എന്നിട്ടൊന്നും മാറിയില്ല, അതെല്ലാം മാറി. അങ്ങനെ എനിക്ക് ആ സൗഖ്യം തന്നു. ജോസഫച്ചൻ അന്നേരം പറഞ്ഞു, ഈ വ്യക്തി വന്ന് അന്നേരം സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അന്ന് വന്നായിരുന്നു. അപ്പോൾ കുറേ കൂടെ ആവട്ടെന്ന് പറഞ്ഞു ഇവിടുന്ന് പറഞ്ഞു വിട്ടു. ഇപ്പം ഞാൻ വന്ന് സാക്ഷ്യം പറയുകയാണ്. അങ്ങനെ അതിനെനിക്ക് നന്ദി പറയുന്നു മാതാവിനോട്, ഈശോനോട്. പിന്നെ എനിക്ക് ക്യാൻസർ രോഗം വന്നു കഴിഞ്ഞതിന് ശേഷം കുറച്ച് നാളുകളായി ബ്ലഡ് ഇങ്ങനെ കഫം വരുമ്പോൾ ബ്ലഡിൻ്റെ അംശങ്ങൾ വരുമായിരുന്നു. അമ്പടി തൈലം തൊണ്ടയിലും തേച്ച് കുരിശ് വരച്ച്, നെറ്റിക്കും തൂത്ത് കുരിശ് വരച്ച്, പിന്നെ ഉപ്പിട്ട് വെള്ളം കുടിച്ചു. അമ്മ എൻ്റെ ഈ ബ്ലഡ് വരുന്നത് അത് മാറ്റി തരണമെന്ന് പറഞ്ഞു. എനിക്ക് ഹോസ്പിറ്റലിൽ ഇനി പോകാൻ വയ്യ എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ 2.5 വർഷം കൊണ്ടായി ഇതുവരെ ബ്ലഡിനകത്തും കഫത്തിനകത്തൊരു ബ്ലഡിൻ്റെ മയം പോലും ഇല്ല, നോർമലായിട്ടുള്ള തുപ്പലാണ് വരുന്നത്. പിന്നെ കീമോ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പം എൻ്റെ ഈ രൂപം പോലും ഇതല്ലായിരുന്നു, വയറൊക്കെ വീർത്തൊരു ഒരുപാട് ബോൾ പോലുള്ള വയറായിരുന്നു. സ്കാൻ വരെ ചെയ്ത് വയറ്റിനകത്ത് എന്തെങ്കിലും ആണോ എന്ന് അറിയാൻ വേണ്ടി. എന്നിട്ടൊന്നും സ്കാനിങ് കുഴപ്പമൊന്നുമില്ല. പിന്നെ അമ്മയുടെ നേരത്തെ വസ്തു തൂത്താണ് ആ വയറിൻ്റെ വീർപ്പ് മാറ്റിയത്. പിന്നെ എനിക്ക് വിട്ടുമാറാത്ത പനി ഉണ്ടായിരുന്നു. എനിക്കൊരു മാസ്ക് വെക്കാതെ വീട്ടിൽ പോലും നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം ഇന്ന് 2.5 വർഷമായിട്ട് ഒരു പനിക്ക് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല. മറ്റേ എന്നും ഞാൻ പനി വന്ന് മാണ്ട് കിടക്കും, ഓട്ടോ പിടിക്കും, ഇവരെല്ലാവരും കൂടെ എന്നെ കൊണ്ടുപോകുമായിരുന്നു ഹോസ്പിറ്റലിൽ. പിന്നെ ഇതെൻ്റെ ചേച്ചിയുടെ മകനാണ്, ചേച്ചിയും മകനുമാണ്. അവന് എറണാകുളത്ത് ഒരു നല്ല ജോലി, ഹോട്ടൽ മാനേജ്മെൻറ്റ് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവന് എന്താണെന്നറിയാൻ വയ്യ, പെട്ടെന്നൊരു ദിവസം അവന് ഊമയായി, മിണ്ടത്തില്ല ആരോടും. അവൻ എന്തോ അസുഖമെന്നറിയാൻ വയ്യ, ആരോടും മിണ്ടാതെ വീട്ടിൽ വന്ന് റൂമിലിരിപ്പായിരുന്നു. 6 വർഷമായി അവൻ റൂമിനകത്തിരിക്കുക. ഒരുപാട് ബുദ്ധിമുട്ടുകൾ വീട്ടുകാർ അനുഭവിച്ചു. അവന് ഞങ്ങൾ ഹിന്ദുക്കളായതുകൊണ്ട് ഓരോരുത്തർ പറയുന്ന രീതിയിൽ പൂജകളും വഴിപാടുകളും ഒരുപാട് ലക്ഷക്കണക്കിന് പൂജകൾ ചെയ്തു, മാറിയുന്നില്ല. പിന്നെ ഹോസ്പിറ്റൽ തിരുവനന്തപുരം മുതൽ ഒരുപാട് ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയി, അതൊന്നും മാറിയില്ല. അങ്ങനെ ഉടമ്പടിയിൽ ഇവിടെ വന്ന് എഴുതിയിട്ടു, പുതുക്കാൻ വന്നപ്പോൾ എഴുതിയിട്ട് നേർച്ച വസ്തു, ഉപ്പ് കൊടുത്തു, തേൻ കൊടുത്തു, കുരിശ് വരച്ചു, വിശ്വാസ പ്രമാണം എല്ലാം എഴുതി കൊടുത്തു. അതെല്ലാം പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാനും പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായി ആ മകൻ, ഞാൻ ഉടമ്പടി വെച്ച് കഴിഞ്ഞ് 6 വർഷത്തിന് ശേഷം ഉടമ്പടി വെച്ച് കഴിഞ്ഞ് 1 മാസത്തിന് മുമ്പ് തന്നെ ആ മകൻ ജോലിക്ക് പോകാൻ തുടങ്ങി. അത്രമാത്രം കടങ്ങളും ബാധ്യതകളും വിഷമങ്ങളുമായിരുന്നു ആ കുടുംബത്തിന്. ആ മകൻ ഇപ്പോൾ ജോലിക്ക് പോകാൻ തുടങ്ങി.